വിചിത്രം ആക്ച്വലി ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ജോണറിലുള്ള സിനിമയാണ്. ഇത് ഒരു ഫാമിലിനെ ബേസ് ചെയ്ത് അവരുടെ ഒരാഴ്ചത്തെ ട്രാവലാണ് സിനിമ. ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലായിരിക്കും സാധാരണ പോവുക സിനിമ. ഇതിലാരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ക്രൈമിന്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിലാണ് സിനിമ സംസാരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ചുറ്റുപാടാണ് തൃശ്ശൂരിലുള്ള ഫുട്ബോൾ പ്രേമികളായ ഒരു വീട്ടിലെ മുഴുവൻ കുട്ടികളാണ്, അപ്പനുമാണ്. വീട്ടിലെ അമ്മ മാത്രം ഉണ്ടാവുള്ളൂ സ്ത്രീജനം. ഇവര് 4ഉം 5ഉം കൂടി കഴിഞ്ഞാൽ ഫുട്ബോൾ കളി, ഫുട്ബോൾ കാണല്, ഫുട്ബോളിന് ഒരികള വാർത്തകൾ. അമ്മ അങ്ങനെ ഭയങ്കര ഒറ്റപ്പെടല. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇവര് ഈ കഥ പറയണ. 5 ആൺമക്കളും ഒരമ്മയും. അപ്പൻ ഫുട്ബോൾ കളിക്കാരനായിരുന്നല്ലോ, പക്ഷെ ഒന്നും ഉണ്ടാക്കിയില്ല ഫുട്ബോൾ. അപ്പോ ജാക്സൺ മൂത്ത മകൻ കഥ പറയണ്ട. ചിത്രം സിനിമയിലോട്ട് വരുമ്പോ ഗ്രേഷ്യയുടെ ഉള്ളൊരു കഥാപാത്രമായിരിക്കും ചേട്ടന്റെ. എന്റെ ഒരു സൈഡ് ഇങ്ങനെ ഗ്രേ പൂച്ചിട്ടിരിക്കുന്ന പിന്നെ എന്താണ് ഗ്രേഷ്യയുടെ വില്ലനും അല്ല നായകനും അല്ലാതെ നിങ്ങൾ എല്ലാവരും വില്ലനാണോ നായകനാണോ? എല്ലാ മനുഷ്യരിലും അതിന്റെ വില്ലനും ഉണ്ട്, നായകനും. അപ്പൊ അങ്ങനെ തന്നെ നീ പോയിന്നുകൊണ്ട് വേറെ ജോലിയില്ലേ? അല്ലേ തിരിച്ചു പോന്നാ നീ ഉയർച്ച താഴ്ച. പക്ഷെ ഞാൻ ഫുട്ബോൾ കളിക്കുന്നില്ല. അത് പടത്തില് ഇതാണ് കളിക്കണം. കൈ കൊണ്ട കളിക്കണം ഫുട്ബോൾ. ഗോളിയാണ്. നേരത്തെ അച്ചു പറഞ്ഞ പോലെ ഒരു മിസ്റ്ററി ത്രില്ലറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ, ആരുടെ പറയുന്നത്, ചെറിയൊരു ഹൊറർ പരിപാടിയും കൂടി ഉണ്ട് പടത്തില്. ആ സഹായിക്കാമെന്നാണ്. അത് കണ്ടില്ല, ഇത്രയും രസമായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഹൊറർ എലമെന്റ് കൂടി ഉണ്ട്. പക്ഷെ അതൊരു ഇപ്പൊ പേടിപ്പിക്കുന്ന പ്രൊഡ്യൂസർ പറയാനൊന്നും പറ്റില്ലെന്ന്. പക്ഷെ ഞാൻ സംബന്ധിച്ചു എനിക്ക് സത്യസന്ധത ഇത്തിരി കൂടുതലുണ്ട്, അറിയാണ്ട് പറഞ്ഞോളാണ്. ട്രെയിലറും കൂടി അച്ചു കാണിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ഹൊറർ എലമെന്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ പ്രേതം വന്ന് പേടിപ്പിക്കുന്നത് മാത്രമല്ല, കുറെ ജംസ്കേഴ്സ് ആയിരിക്കും. പക്ഷെ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ്. എനിക്ക് എന്നെ ഈ പടത്തിലേക്ക് ആകർഷിച്ച മെയിൻ എലമെന്റ് തന്നെയാണ്. കാര്യം ഈ പടം ഞാൻ എൻ്റെ ഈ പടത്തിന്റെ കഥ ജാങ്കോ എന്നടുത്ത് പറയുമ്പോൾ എനിക്കത് വിഷ്വലൈസ് ചെയ്തപ്പോൾ, അത് ഇവരെടുക്കാൻ പോകുന്ന രീതിയെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ, ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്നും തിയേറ്ററിൽ പോയി കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിലേക്ക് ഞാൻ ഓക്കെ അച്ചു നമുക്ക് പൊളിക്കാം എന്നിട്ട് അച്ചുവിനടുത്ത് ഓക്കെ പറഞ്ഞത്. കൂടുതലും രാത്രിയിലാണ് ഒരു ഷൂട്ട് നടന്നിട്ടുള്ളത് പറഞ്ഞത്. ഈ ഒരു ഹൊറർ ഇലമെന്റ് ഉള്ളത് കൊണ്ടാണോ രാത്രിയിൽ കൂടുതൽ ഷൂട്ടൊക്കെ നടന്നിട്ടുള്ളത്? അതെ, വേറൊരു ഡിഒപി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ തന്നെ രാവിലെ വിൻഡോ ഒക്കെ സ്ക്രീൻ ചെയ്തിട്ട് നമുക്ക് നൈറ്റ് പകല് ഷൂട്ട് ചെയ്യായിരുന്നു. പ്രൊഡക്ഷന് കുറച്ച് ലാഭം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ DOP ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നൈറ്റ് തന്നെ, അകത്താണെങ്കിലും നൈറ്റ് തന്നെ ചെയ്യണം എന്നുള്ളത്. വിൻഡോ റോളിൽ നിന്നുള്ള അറ്റാച്ചസും പരിപാടിയൊക്കെ അങ്ങനെ വേണം എന്നുള്ളതുകൊണ്ടായിരുന്നു. DOP ഇല്ല, അകത്ത് ചോദിക്കാനുള്ളതായിരുന്നു. ഒരുപാട് മക്കളുള്ള അമ്മമാരെന്ന് പറഞ്ഞാല് കുറച്ച് കുറവ്, ചിലപ്പോൾ ഇപ്പൊ 2 മക്കള് 3 മക്കള് അതിൽ കൂടുതലില്ല. അപ്പൊ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞത് 5 ആൺമക്കളും കൂടിയാണ്, ഒരു പെൺകുട്ടി പോലും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേറെ വളരെ നോർമലായിട്ടുള്ള ഒരു വീട്, സാമ്പത്തികമായിട്ട് അത്ര ഭദ്രതയൊന്നുമില്ല. അപ്പൊ അവിടെ ഈ 5 ആൺമക്കളെ കൊണ്ട് വീട് മാനേജ് ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു ടാസ്ക് ഉണ്ട്. അപ്പൊ അതാണ് എന്നെ സംബന്ധിച്ച് ഇതിനകത്തുള്ള സിനിമയിലെ കഥാപാത്രത്തിനുള്ള ഒരു ടാസ്ക് അത് തന്നെയാണ്. അതും 5 പേര് 5 രീതിയിലുള്ള മക്കളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അവരെ മാനേജ് ചെയ്യണം, വീട് മാനേജ് ചെയ്യണം. അപ്പോൾ അത് രസകരമായിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ഒരേ സമയം. അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഇതൊക്കെ തന്നെ കണ്ടില്ലേ അനുഭവം എന്ന് പറഞ്ഞാല് ഇതുപോലെ തന്നെ വീട്ടിനകത്താണെങ്കിലും അതൊക്കെ വരെ എത്തിയില്ല എന്ന് മാത്രം, കൈയൊക്കെ തല്ലി ഒടിച്ചേനെ. Actually, this is my favorite genre. I used to watch Vacancy. The Shining was my favorite horror film, and I used to think like it will be amazing to be a part of something which is very challenging, because generally we get to do roles where you have a love interest, you have like normal life and some day-to-day life struggles.
But in horror movie or in a thriller movie, you have to expand yourself just being a normal person. So yeah, I'm very happy. I'm just waiting for the release. Thank you. സ്ക്രിപ്റ്റ് റൈറ്ററോടാണ് എൻ്റെ ചോദ്യം. റുഷാക്ക് പോലുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ വന്നു തുടങ്ങി, നമ്മൾ ഒട്ടും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള. അപ്പം ഈ വിചിത്രം എന്ന് പറയുന്ന സിനിമയും എന്തെങ്കിലും ഒരു പ്രേക്ഷകർക്ക് എക്സ്ട്രാ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഉറപ്പായിരിക്കും, വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ഇതിന് ഹൊറർ എലമെന്റ് ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതിയിലല്ല ആ ഹൊററിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ കേദാഗിരി ക്യാരക്ടർ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഞാനിത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് ഒരു ടീസർ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വിചിത്രം 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 എന്ന് പറയുന്ന വേർഡ് എടുത്തിട്ടുള്ള. അപ്പം ഈ സിനിമയിലും ഓരോ സീൻ കഴിയുമ്പോൾ നമുക്കത് വിചിത്രമായി തോന്നുന്ന വിധത്തിലാണോ സ്ക്രിപ്റ്റ് പോകുന്നത്? അങ്ങനെയല്ല, ഒരു ചിത്രമാണ് ഒരു ചിത്രമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വിചിത്രം എന്ന പേര് തന്നെ ഇടാൻ കാരണം? സിനിമയ്ക്ക് ചിത്രം എന്ന പേരാണ് ഏറ്റവും നല്ലത്. ഷൈൻചേട്ടൻ എനിക്ക് മുമ്പ് അറിയാം. എൻ്റെ ആദ്യത്തെ ആലോചന തന്നെ ഷൈൻചേട്ടനിലുണ്ടായിരുന്നു. ഭാവിയിലേക്ക് എത്തിപ്പെടായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ ഈ സിനിമയിൽ എല്ലാവരും അങ്ങനെ എത്തിവിട്ട ആളുകളായിരുന്നു. എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. ഇപ്പൊ കേതയ്ക്കായാലും ജോൽ ചേച്ചി ആയാലും വിഷ്ണു ആയാലും ഷൈൻചേട്ടനായാലും ഭാവി എല്ലാവരും, ഇതിന്റെ എല്ലാ ടെക്നീഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. ഈ കഥ ഉണ്ടായതും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഡയറക്ടറാണോ സേഫ്, എഡിറ്ററാണോ സേഫ്? എഡിറ്ററാണ് സേഫ്. താങ്കളെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ മൂവി, അപ്പോൾ അതെന്താണ് പ്രൊഡക്ഷൻ സൈഡിലോട്ടും കൂടി വരാനുണ്ടായിരുന്നത്? പ്രൊഡ്യൂസർ ശരിക്കും ഡോക്ടർ അജിത് ജയാണ്, അദ്ദേഹം ഇല്ല. ജോയ് മൂവി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബാനർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനും സാറും കൂടെയാണ്. അങ്ങനെ പുള്ളിയുടെ പാർട്ട്ണറാണ്. അങ്ങനെയാണ് പ്രൊഡക്ഷനിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നതാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആദ്യം സംവിധാനം ചെയ്യേണ്ട പടം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന പടമായിരിക്കും. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു, ഇത്രയും കാസ്റ്റ് വെച്ച് സംവിധാനം ചെയ്യുന്നത്, എങ്ങനെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഇത്രയും കാസ്റ്റ് വെച്ച്? ഇവരെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതല്ലായിരുന്നു പ്രശ്നം. മൊത്തം ഒരു 100-150 പേരെ മാൻ ഹാൻഡ്ലിങ് തന്നെയായിരുന്നു എനിക്കൊരു ടാസ്ക് ആയിട്ട് തോന്നിയത്. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ സിനിമയാണ് അത്. ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഫസ്റ്റ് സിനിമ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും ഭാഗ്യം എന്ന് കരുതുന്നത്. പിന്നെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂ ആയിരുന്നു നമ്മുടെ. എന്നാലും ബാലു, ജോളി ചേച്ചി എല്ലാവരും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഈസി ആക്കി തന്നു ഇവരൊക്കെ ആയതുകൊണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ ഈ സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? രണ്ടുപേരുടെയും ട്വിൻസ് ആണ്. അപ്പം എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി? ഞങ്ങള് ആദ്യം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞിട്ട് ബാക്കി. എൻ്റെ പേര് മുഹമ്മദ് ഷിയാൻ, ഞാൻ അബ്ദുൾ ഷിഹാൻ. ഞങ്ങളെ സിനിമത്തെ ക്യാരക്ടറിന്റെ പേര് സ്റ്റെഫാൻ സാവിയോ. സിനിമയ്ക്കുള്ള എൻട്രി എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, വീട്ടിൽ പെട്ടെന്നൊരു കോൾ ഒന്നാണ്. നമ്മൾ സിനിമയ്ക്ക് കയറുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു നമുക്കറിയില്ലായിരുന്നു. ഒന്നും വിചാരം ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വെച്ചാൽ വീട്ടിൽ ഒരു കോൾ വന്ന് ഉപ്പാന്റെ ഫ്രണ്ട് ലഹമത്താക്ക വിളിച്ച് ദെൻ നമ്മള് കാസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ പോയി അവർക്കൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈം അഭിനയിക്കണേ. അപ്പം അഭിനയിച്ച് ഇവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ ദെൻ നമ്മളിങ്ങനെ എത്തിപ്പെട്ട് ലാസ്റ്റ്. ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്, കെയറിങ് ആണ്. ഷൈൻ ചേട്ടന് ഈ ക്രൂ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഈ ഫിലിമില് അതുപോലെ അഭിനയിച്ചെങ്കിൽ തന്നെ ഇവരെ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ഷൈൻ ചേട്ടനൊക്കെ ഞങ്ങള് ഞാനൊരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കണോണ്ടൊക്കെ എന്നാലും ഞങ്ങള് നേരത്തെ ഇരുന്നതിലൊന്നും ഇത്ര ക്യാമറകളൊന്നും. പിന്നെ ഞങ്ങൾക്ക് ഇവര് സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരോടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേടിയും കാര്യങ്ങളും ഉണ്ടെന്നില്ല. ക്യാമറ അല്ല ഇപ്പോഴല്ല, ഷൂട്ടിന് വേണ്ടി ക്യാമറയുടെ മുമ്പിലൊക്കെ ചെറിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടെന്നില്ല. അതുകൊണ്ട് നല്ലപോലെ ചെയ്യാൻ പറ്റിയെന്ന് ആണ് ഞങ്ങളെ ഒരു വിചാരം. കുമാരി വൈകി വന്നതാണ് എൻ്റെ അടുത്ത്, വളരെ വൈകി. അത് ആദ്യം കുറെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു രൂപം ബോൾഗാടി വെച്ചിട്ട് നിർമ്മലിന്റെ അടുത്ത് ഈ കഥ പറയാം. ഞാൻ അതിന്റെ ആദ്യം ഐശ്വര്യയുടെ ഒരു പോസ്റ്റർ വന്നല്ലോ, മോഷൻ പോസ്റ്റർ. അപ്പൊ ഞാനില്ലേ അതില് പണ്ട് നമ്മൾ കുമാരേട്ടാ എന്നൊരു പടം കണ്ടിട്ടത് ശ്രീകൃഷ്ണ പരുത് കണ്ടിട്ടില്ലേ? ഇവിടെ ആരും കണ്ടിട്ടുണ്ടോ? ആരിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കഥകൾ അധികം വരാറില്ലല്ലോ. അപ്പോ അങ്ങനത്തെ എനിക്കാണെങ്കിൽ അങ്ങനത്തെ പേടിയാണ് പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, കഥകൾ കേട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി എന്തായാലും കയറി.
അത് സ്ലീപ്പിംഗ് പാരാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അഭിനയിക്കാൻ പ്രശ്നമില്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവില്ല കൂടെ, കാണുമ്പോൾ മാത്രമേ പേടിയുള്ളൂ. അപ്പോൾ ഭീഷണ പരുത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പേടിയും. അതിൻ്റെ പിന്നെ കമലഹാസൻ അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു പണ്ട്, വയനാടൻ നമ്പാൻ. അതൊക്കെ ഹൊറർ മൂവീസ് ആയോ? ഹൊറർ മൂവി എന്ന് പറഞ്ഞാൽ പ്രേതല്ല, നമ്മൾ പേടിപ്പെടുത്തുന്ന. അല്ല, തൃശ്ശൂർ ഒരു അമ്മയും 5 മക്കളുണ്ട്. അപ്പൊ അവരെ യാദൃശ്യമായ സമയം പരിചയപ്പെടാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കൗതുകം പറയുന്ന ആദ്യത്തെ ത്രെഡ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് അത്യാവശ്യം അടി ഇടിയൊക്കെ നടക്കുന്ന 5 ആൺപിള്ളേര്, അമ്മ മാത്രമേ ഉള്ളത്. ശല്യം തുടങ്ങിയത്. അപ്പൊ ഒരു ഹൊറർ സിനിമ എന്നുള്ളൊരു വ്യത്യാസം വരുത്തണം എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്നൊരു പടത്തിലേക്ക് എത്തിയത്. അപ്പൊ ആ ഒരു വ്യത്യസ്തത എന്തായാലും പടത്തിലുണ്ട്, അത് കണ്ടറിയേണ്ട ഒരു കാര്യമാണല്ലോ. വീട് അത്യാവശ്യം ഒരുപാട് വീടുകൾ പോയി കണ്ടു. നമ്മൾ തൃശ്ശൂർ നടക്കുന്ന ഒരു കഥയാണ്. പിന്നെ ആ വീടിന്റെ ഒരു ഹിസ്റ്ററി കഥയിൽ പറയുന്നുണ്ട്. 100 വർഷം പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. 100 വർഷം പഴക്കമുള്ള അങ്ങനെ ഒരു വലിയ വീട് തൃശ്ശൂർ കണ്ടുപിടിക്കാൻ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ആരും ഷൂട്ടിന് വരില്ല. ഇപ്പൊ ഈ പറഞ്ഞ ചേട്ടായും ബന്ധം എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, നാട്ടുകാർക്ക് തോന്നിട്ട് കാര്യമുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടാവും എനിക്കറിയാൻ പാടില്ല. കാര്യം ഇയാൾ ഈ പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ സംസാരിക്കുന്നത് 200 കോടി 300 കോടിയുടെ ബിസിനസിന്റെ കാര്യങ്ങളാണ്. അതാണ് ഷൈൻ്റെ ക്യാരക്ടറിന്റെ പരിപാടികൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ചേട്ടൻ ഉണ്ടാവും എനിക്കറിയില്ല. പക്ഷെ ഈ ചേട്ടനനിയൻ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും, ഈ അമിതാഭ് ബച്ചന്റെ വീട്ടിലായാലും ചെറിയൊരു വീട്ടിലായാലും ചേട്ടനിയൻ പ്രശ്നങ്ങൾ പരിപാടികളെല്ലാം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മൾ തമ്മിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഡയറക്ഷൻ ഒരു താല്പര്യമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഡയറക്ഷൻ അറിയാവുന്നതുകൊണ്ട്, ആ ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ട് ഒരിക്കലും ഒരു പണി ചെയ്യാൻ അറിയരുത്, അതിനോട് ഇഷ്ടം വരുന്നത് വരെ. പ്രത്യേകിച്ച് ഡയറക്ഷനൊക്കെ കംഫർട്ട് സോൺ ഒന്നുമില്ല ഇവിടെ. നമ്മുടെ ഇഷ്ടത്തിന് മുന്നില് ആ ഇഷ്ടം മാത്രമേ ഉള്ളൂ. കംഫർട്ട് നോക്കിയിട്ടല്ല ഇഷ്ടം തരത്തില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് കുറച്ച് ഷോർട്ട് ഇടുമ്പോൾ ഇവര് പറയാം അത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ഇങ്ങനെ മതി, ഇങ്ങനെ മതി, ഇങ്ങനെ മതി, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ അങ്ങനെ ആലോചിച്ച് വെക്കുന്നതുകൊണ്ടാണ് അത് ഇടുന്നതും അവർക്കത് വേണ്ടാവുന്നതും. ഇത് രണ്ടും ഒരു സാധനത്തിന് നന്നാക്കാൻ ഉപകരിക്കല്ല. അതെ, നമുക്ക് തോന്നുന്നു നമ്മൾ ചെയ്യാതിരിക്കും. അപ്പൊ ഒന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് എന്താണോ തോന്നുന്നത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ അവർ പറയും വേണം, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. അങ്ങനെയാണ് ഉണ്ടാക്കി വരുന്നത്. അല്ലാതെ നമ്മള് അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും മാനറിസങ്ങൾ നമുക്ക് പിക്ക് ചെയ്ത് അതിലേക്ക് ഇടാൻ പോകും. പിന്നെ നമ്മൾ അതിനെ ക്യാരി ചെയ്ത് ഇങ്ങനെ പോകും. റിയൽ ലൈഫിലൊന്നും ഇല്ല, നമ്മളെ ജോലിയല്ലേ ഇത് കഴിഞ്ഞാൽ പോയിരിക്കും. അടുത്ത പടത്തിന് ഷൂട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരും. റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ ലൈഫിൽ നിന്ന് തന്നെയല്ലേ എല്ലാവരും നിൽക്കുന്നത്. ലൈഫിൽ തന്നെയല്ലേ നമ്മളെല്ലാവരും നിൽക്കുന്നത് അല്ലേ? അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ തരുണിന്റെ അടുത്താണ് ശരിക്കും ചോദിക്കേണ്ടത്. പക്ഷെ തരുൺ എന്റെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഒഫീഷ്യലായിട്ട് അവര് പറയുന്നത്. അതിന്റെ എഴുത്ത് നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നടക്കട്ടെ, എത്രയും പെട്ടെന്ന് എഴുത്ത് തീരട്ടെ, എത്രയും പെട്ടെന്ന് ഒരു പരിപാടി ആവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലല്ല, ആ 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ അവരെ ഉപേക്ഷിക്കും. എന്നിട്ട് സിയുടെ പിന്നാലെ പോകാനുള്ള അതിന്റെ തുടക്കം അത് ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് എന്റെ ലുക്മാന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് ഇതേവരെയുള്ള റിപ്പോർട്ട്. ഈ പറഞ്ഞു കൊള്ളാമായിരുന്നവര്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകര് തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. ഈ പറഞ്ഞ പോലെ സൗണ്ടിൽ നമ്മൾ അത്യാവശ്യം കുറച്ചധികം സമയം എടുത്ത് സൗണ്ട് ചെയ്ത സിനിമയാണ്. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ തിയേറ്ററിലേക്കാളും നല്ല വിഷ്വലും പരിപാടിയും എല്ലാം കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള റെസൊല്യൂഷനുള്ള ടിവിയിലോ വലിയ ഇതിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതിന്റെ സൗണ്ട് നമുക്ക് കിട്ടില്ല. അറ്റ്മോസിൽ പറ്റുമെങ്കിൽ അറ്റ്മോസിൽ തന്നെ പടം കാണാം. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ മൊമെന്റ്സ് ഉണ്ട്. അതെല്ലാം തിയേറ്ററിലായിരിക്കും വർക്കാവാമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ കാണാം.